എല്ലാവരും സ്വസ്ഥാനത്ത് സ്വച്ഛമായിട്ട് ഇരിക്കൂ. നിങ്ങൾ വലത്തെ കൈ കൊണ്ടാണ് വെള്ളം പിടിക്കുന്നതെങ്കിൽ ഇടത്തെ കൈ മടിയിൽ വെറുതെ വെക്കുക. ചിന്മുദ്രയിൽ, ശൂന്യമുദ്രയിലിരിക്കുക. ഇത് ശൂന്യമുദ്ര എന്ന് പറയും, ചിന്മുദ്ര. ചൂണ്ടുവിരലും തള്ളവിരലും ഇങ്ങനെ പിടിക്കുക. അപ്പൊ ഒരു ശൂന്യ അല്ലെ, വൃത്താകൃതിയിൽ ഇരിക്കുന്നു. തുര്യാവസ്ഥ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ പ്രപഞ്ചവും ഞാനും ഒന്നാണ്, അവിടെ ഒന്നുമില്ല, സീറോ. അതാണ് ചിന്മുദ്ര. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് നിങ്ങൾ ഇങ്ങനെ മടിയിൽ വെച്ചിരിക്കുക. വലത്തെ കൈ ഫ്രീ ആയിട്ട് വെക്കുക. അടുത്ത് ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. ഞാൻ പറയുമ്പം കുറച്ച് ആ വെള്ളം നിങ്ങളുടെ വായിലേക്ക് ഒഴിച്ചു വെക്കുക. ഓക്കെ. എന്നിട്ട് മറ്റേ കൈയും ഇങ്ങനെ പിടിച്ചിരിക്കുക, ശൂന്യമുദ്രയിലിരിക്കുക. വെള്ളം വായിൽ നിറച്ച് കവിൾ കൊണ്ട് വെക്കുക എന്ന് പറയും. ഈ ഓരോ ചക്രകൾ പറയുമ്പോഴേ കുറേശ്ശെ കുറേശ്ശെ ഇറക്കാവുള്ളൂ. ലാസ്റ്റ് മൂലാധാരം വരുമ്പോൾ ഫുള്ളായിട്ട് ഇറക്കാം. ഓക്കെ. വെള്ളം എടുത്തിരിപ്പുണ്ടല്ലോ. ഇപ്പൊ സ്ട്രൈറ്റ് ആയിട്ടിരിക്കൂ. വായിൽ വെള്ളം ഒഴിച്ച് കവിൾ കൊണ്ട് വെച്ച്, കവിൾ കൊണ്ട് രണ്ട് കൈകളും മടിയിൽ ചിന്മുദ്രയിലിരിക്കുക. കണ്ണുകൾ അടച്ച് ഇരിക്കുക. നല്ല വിശ്രമാവസ്ഥയിലിരിക്കുക. നമ്മുടെ ആജ്ഞാചക്രയിൽ ഫോക്കസ് ചെയ്യുക. അവിടേക്ക് ശ്രദ്ധ വരട്ടെ. ഇൻഡിഗോ കളറുള്ള, ആകാശ നീലിമ കളർ ഉള്ള ആ ആജ്ഞാചക്രയെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ മനസ്സിൽ നല്ലതുപോലെ ഉൾക്കൊണ്ട് പറയുക, ജന്മജന്മാന്തരങ്ങളായി എൻ്റെ ഈ ചക്രയിൽ, ഈ എനർജി ഫീൽഡിൽ ബാധിച്ചിരിക്കുന്ന സഞ്ചിത, ജനിതക, ആർജിത കാർമ്മ ദോഷങ്ങൾ എല്ലാം, ആ കരിപടലങ്ങളെല്ലാം ഒഴിഞ്ഞു പോകുന്നതായി സങ്കല്പിച്ചുകൊണ്ട്, പൂർണ്ണമായും ഒഴിഞ്ഞു പോകുന്നതായി സങ്കല്പിച്ചുകൊണ്ട് കുറച്ച് ജലമിറക്കുക. അപ്പോൾ ആ ഭാഗം കൂടുതൽ തേജോമയമായി തിളങ്ങുന്നതായി കാണുക. നല്ല ഇൻഡിഗോ കളറായി കൂടുതൽ പ്രകാശപൂരിതമാകും. അവിടെ നിന്ന് താഴേക്ക് വിശുദ്ധിയിലേക്ക് വരുന്നു. തൊണ്ടയുടെ ഭാഗത്ത് നീല കളറുള്ള തൊണ്ടയുടെ ഭാഗത്തുള്ള ചക്രയെ മനസ്സിൽ കാണുന്നു. അത് കണ്ടുകൊണ്ട് നമ്മൾ മനസ്സിൽ തന്നെ നല്ല ശക്തമായി സങ്കല്പിക്കുന്നു, വിശുദ്ധിയിലുള്ള, പൂർണ്ണമായും കാലങ്ങളായി പിടിച്ചിരുന്ന അതിൻ്റെ അംശങ്ങളായിട്ടുള്ള സഞ്ചിത, ജനിതക, ആർജിത കർമ്മദോഷങ്ങളുടെ എഫക്റ്റ്, ആ മാലിന്യം പൂർണ്ണമായും ഈ ജലധാരയിൽ അത് കഴുകി ഇറക്കുന്നതായി സങ്കല്പിക്കുന്നു. പൂർണ്ണമായും കുറച്ചുകൂടെ ജലം ഇറക്കുക. അവിടെ ഏറ്റവും ജ്വലിച്ച് ഒരു ബ്ലൂ കളർ, ഒരു വൈഡൂര്, നല്ല രത്നക്കല്ല് പോലെ നീല കളർ തൊണ്ടയുടെ ഭാഗത്ത് മനസ്സിൽ കാണും. അവിടെ നിന്ന് താഴേക്ക് അനാഗതത്തിലേക്ക് വരുന്നു. അനാഗത ചക്രയില് പച്ച കളർ മനസ്സിൽ കാണുന്നു, ഒരു മരതക കല്ല് പോലെ. സഞ്ചിത, ജനിതക, ആർജിത കർമ്മദോഷങ്ങൾ എത്രയോ കാലങ്ങളായി അടിഞ്ഞുകൂടിയിരിക്കുന്ന ആ അനാഗതയിലേക്ക് സങ്കല്പിച്ചുകൊണ്ട് കുറച്ചുകൂടി ജലം ഇറക്കുന്നു. അപ്പം നെഞ്ചിന്റെ ഭാഗത്തുള്ള ആ പച്ച കളറുള്ള കല്ല് കൂടുതൽ പ്രശോഭിതമായതായി മനസ്സിൽ നാം കാണും. അവിടെ നിന്ന് താഴേക്ക് പുക്കിൾക്കൊടിയുടെ ഭാഗത്തേക്ക് വരുന്നു. പുക്കിളിന് തൊട്ട് താഴെ മണിപൂരക ചക്രയിൽ മഞ്ഞ കളർ കണ്ടുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന സഞ്ചിത, ജനിതക, ആർജിത കർമ്മദോഷങ്ങളെല്ലാം ക്ലീൻ ചെയ്തു പോകുന്നതായി സങ്കല്പിച്ചുകൊണ്ട് കുറച്ചുകൂടി ജലമിറക്കുക. അവിടെ ഏറ്റവും കൂടുതൽ മഞ്ഞ പ്രഭ പരത്തുന്നതായി ആ എനർജി ഫീൽഡ് ജ്വലിച്ചു നിൽക്കുന്നു. അവിടെ നിന്ന് താഴേക്ക് സ്വാധിഷ്ഠാന ചക്രയിലേക്ക് വരുമ്പോൾ ഓറഞ്ച് കളറുള്ള ആ പ്രദേശത്ത് സഞ്ചിത, ജനിതക, ആർജിത കർമ്മദോഷങ്ങളെല്ലാം ഒഴിവായി പോകുന്നതായി സങ്കല്പിച്ചുകൊണ്ട് കുറച്ചുകൂടി ജലമിറക്കുക. അവിടെ ഏറ്റവും ഉജ്ജ്വലമായ രീതിയിൽ ഓറഞ്ച് കളർ പ്രകാശപൂരിതമാകും. അവിടെ നിന്ന് താഴേക്ക് മൂലാധാര ചക്രയിലേക്ക് വരുമ്പോൾ പൂർണ്ണമായും ശ്രദ്ധിക്കുക, സഞ്ചിത, ജനിതക, ആർജിത കർമ്മദോഷങ്ങളെല്ലാം മൂലാധാരയിൽ കഴുകിക്കളയുന്നതായി സങ്കല്പിച്ചുകൊണ്ട് പൂർണ്ണമായും ആ വെള്ളം ഇറക്കുക. കണ്ണുകൾ അടച്ചു തന്നെ ഇരിക്കുക. കൂടുതൽ റിലാക്സ് ആയിരിക്കുക. എല്ലാ ചിന്തകളും മാറ്റി നിർത്തി ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമായി ഞാൻ ഇവിടെ നിലകൊള്ളുന്നു. ഞാൻ എന്ന ഊർജ പ്രവാഹം, അതും സർവശക്തനായ പ്രപഞ്ചശക്തിയും എൻ്റെ ഉള്ളിലുള്ള എനർജിയും ലയിച്ചു നിൽക്കുന്ന അവസ്ഥയിലാണ് ഞാനിപ്പോൾ.
എന്റെ എല്ലാ ചക്രകളും കൂടുതൽ കൂടുതൽ തേജോമയമായി നിൽക്കുന്നു. ഞാൻ കൂടുതൽ കൂടുതൽ ആരോഗ്യമുള്ള വ്യക്തിയാണ്. ആത്മീയവും മാനസികവും ശാരീരികവും സാമൂഹികവുമായ നല്ല ആരോഗ്യമുള്ള വ്യക്തിയാണ് ഞാൻ. അത് ഞാൻ അറിയുന്നു, അനുഭവിക്കുന്നു. ആരോഗ്യമുള്ള വ്യക്തിയാണ് ഞാൻ. ഹെൽത്ത് എൻ്റെ ജന്മാവകാശമാണ്. ആ ആരോഗ്യത്തെ നല്ലതുപോലെ നിങ്ങൾ ഫീൽ ചെയ്യുക ഉള്ളിൽ. അത് ആത്മാവിൽ ചക്രകളിൽ നല്ലതുപോലെ മനസ്സിൽ കാണുക. ആ മനസ്സിൽ കണ്ട അനുഭവിക്കുന്നതിൻ്റെ പ്രതിഫലനം മുഖത്തേക്ക് വരട്ടെ. മുഖം നല്ലതുപോലെ ശാന്തമായി, സന്തോഷമായി, ആത്മവിശ്വാസമായി കൊണ്ട് തന്നെ നിങ്ങളുടെ ഹെൽത്തിനെ പറ്റി നല്ലതുപോലെ അയവിറക്കും. വെൽത്ത്, ധാരാളം സമ്പത്ത്, നല്ല സമ്പത്ത് എന്നോടൊപ്പം വർദ്ധിച്ച് വർദ്ധിച്ച് വന്നുകൊണ്ടേയിരിക്കും. ഞാൻ ഒരു അബാണ്ടൻസിന്റെ നടുവിലാണ്, സമൃദ്ധിയുടെ നടുവിലാണ്. എല്ലാ സമൃദ്ധിയും എന്നിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഞാനൊരു സമ്പന്നതയുടെ ഉടമയാണ്. നല്ല സമ്പത്ത് എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. ഞാൻ അതിന്റെ നിറവിലാണ്. സന്തോഷത്തോടെ മുഖം പുഞ്ചിരിക്കുന്നു. ഹെൽത്ത് ഉണ്ട്, എനിക്ക് വെൽത്ത് ഉണ്ട്, നല്ല ബന്ധങ്ങളുണ്ട്, അതെല്ലാം വെൽത്താണ്. നല്ല നല്ല ആരോഗ്യവും അതും ഒരു വെൽത്താണ്. ഒരുപാട് വിധത്തിലുള്ള കഴിവുകൾ, അതൊരു വെൽത്താണ്. വസ്തുവകൾ എല്ലാം വെൽത്താണ്. ഇതെല്ലാം എന്നിൽ ഉണ്ട്. അത് ലഭിച്ച വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഏറ്റവും റിലാക്സ്ഡ് ആണ്. മുഖത്തേക്ക് റിലാക്സ് വരട്ടെ.